മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തു വന്നിരിക്കുകയാണ്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് അബ്ദുൽ വാഹിദ് ഷഹാനയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കറുത്ത നിറമായതിനാൽ വെയിൽ കൊള്ളരുതെന്ന് പോലും പരിഹസിച്ചിരുന്നു. ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞും പരിഹസിച്ചു. സഹപാഠികൾ പറഞ്ഞാണ് തങ്ങൾ വിവരമറിഞ്ഞത്. 2 ആഴ്ച മുൻപാണ് ഷഹാന ഇക്കാര്യം തങ്ങളോട് പറഞ്ഞതെന്നും അമ്മാവനായ സലാം പറയുന്നു. വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞു പൊക്കൂടെയെന്ന് വാഹിദിന്റെ കുടുംബം ചോദിച്ചു. വാഹിദിന്റെ ഉമ്മയുടെ കാലിൽ പിടിച്ചു ഷഹാന പൊട്ടിക്കരഞ്ഞുവെന്നും ബന്ധുക്കൾ പറയുന്നു. കല്യാണം കഴിഞ്ഞ് 20 ദിവസങ്ങൾക്കു ശേഷം വിദേശത്തേക്ക് പോയതിനു ശേഷമാണ് വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചു പറഞ്ഞത് എന്നാണ് സൂചന. നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെയാണ് ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തതെന്ന് എന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. 20 ദിവസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളൂ, എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത്, വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്നും പെൺകുട്ടിയുടെ ഭർത്തൃമാതാവ് ചോദിച്ചിരുന്നതായും പറയുന്നു. കുറെ ദിവസം വാഹിദ് വിളിക്കാതെയിരുന്നതും പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി. ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു 150 തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. 2024 മെയ് 27-നാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. നിറത്തിനു പുറമെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞും ആക്ഷേപിച്ചിരുന്നു. ഇതിന്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ പെൺകുട്ടി മാനസിക പ്രയാസത്തിലായിരുന്നു. വിവാഹമോചിതയായതിനു ശേഷം എന്ത് ചെയ്യണമെന്ന ആശങ്ക കുടുംബത്തോട് യുവതി പങ്കുവച്ചിരുന്നുവെന്നും പറയുന്നു. ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരായ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ഷഹാനയെ കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകളാണ് ഷഹാന. ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് 10 മണിയോടെ വീട്ടുകാർ കതവ് പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങൾക്കും മിടുക്കിയായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നോക്കം പോകുകയും വിഷാദവാദിയാവുകയും ചെയ്തതിനെ തുടർന്നാണ് വീട്ടിൽ വിളിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഷഹാനയുടെ വീട്ടുകാരും കാര്യങ്ങൾ തിരക്കുന്നത്. അങ്ങനെയാണ് ഭർത്തൃവീട്ടിലെ ആക്ഷേപണങ്ങൾ പുറം ലോകം അറിയുന്നത്. അബ്ദുൽ വാഹിദ് ആക്ഷേപിച്ചിരുന്നുവെന്നും വീട്ടിൽ പറഞ്ഞതോടെ പെൺകുട്ടി കൂടുതൽ വിഷാദവാദിയായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി ആത്മഹത്യാശ്രമം നടത്തിയിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം ഖബറടക്കത്തിന് ശേഷം തുടങ്ങുമെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. ഗൾഫിലുള്ള പിതാവ് എത്തിയ ശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് പള്ളിയിൽ ഖബറടക്കം നടത്തും.